നാട്ടികയിലെ ഇടതുപക്ഷം മലിമസപ്പെട്ടിരിക്കുന്നുവെന്ന് VM സുധീരൻ. നാട്ടികയിലെ ഇടതുപക്ഷ രാഷ്ട്രീയം പരിപൂർണമായും മലിമസപ്പെട്ട് കിടക്കുകയാണെന്ന് നാട്ടികയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം നോക്കിയാൽ ആർക്കും കാണാൻ കഴിയുമെന്ന് VM സുധീരൻ പറഞ്ഞു. നിലവിലെ MLA കാലും കൂറും മാറി വർഗീയ പാളയത്തിലെത്തി. മുൻ MLAയെ കുറിച്ച് നിലവിലെ MLA പറഞ്ഞ ആക്ഷേപങ്ങൾ വലിയ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഇതുവരെ ഒരു ഇടതുപക്ഷക്കാരനും തയ്യാറാകുന്നില്ല എന്നതും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടതാണെന്ന് VM സുധീരൻ കുറ്റപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VM സുധീരൻ. ഈ തെരഞ്ഞെടുപ്പ് പോലെ നിലവിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെ ഇത്രമാത്രം ശക്തമായ ജനരോഷം ഉയർന്ന കാലം എന്റെ അനുഭവത്തിൽ നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടാകാൻ കേരളത്തിലെ ജനങ്ങളാകെ പിണറായി വിജയന്റെ ദുർഭരണം, ഈ സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നു. ഐക്യജനാധിപത്യത്തിന്റെ പ്രവർത്തകരോ നേതാക്കളോ മാത്രമല്ല, വളരെ ആത്മാർത്ഥതയുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ചെങ്കൊടി നെഞ്ചിലേറ്റിയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നെഞ്ചിലേറ്റിയ ആത്മാർത്ഥതയുടെ പ്രവർത്തകർ ഈ തവണ പിണറായി സർക്കാർ മാറേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേഖലയിലൂടെ പോകണമെങ്കിൽ ആവശ്യമാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന നിലയിലേക്കാണ്. അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാച്ചൻ, KPCC ജനറൽ സെക്രട്ടറിമാർ ജോസ് വള്ളൂർ, KV ദാസൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, KK കൊച്ചു മുഹമ്മദ്, MK അബ്ദുൾ സലാം, CA ജേക്കബ്, വികാസ് ചക്രപാണി, K ദിലീപ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, ശോഭ സുബിൻ, NS അയ്യൂബ്, രഞ്ജില ഗിരി, P വിനു തുടങ്ങിയവർ പ്രസംഗിച്ചു. അനിൽ പുളിക്കൽ ചെയർമാൻ ആയും, KA ഹാറൂൺ റഷീദ് ജനറൽ കൺവീനറായും, PI ഷൗക്കത്ത് അലി, ഷൈജു സായിറാം തുടങ്ങിയവർ വർക്കിംഗ് ചെയർമാൻമാരായും, അഡ്വക്കേറ്റ് AB അനീഷ് ട്രഷറർ ആയും 1001 അംഗ UDF നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു.